ഹായ് ഗായ്സ്, നമ്മൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ ലക്കിടി 9ാം വളവിലാണ്. നമ്മളിന്ന് പോകുന്നത് മലയിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറേ മലകൾ അന്വേഷിച്ചിട്ടാണ്. ഇത് കുറച്ച് ദിവസം മുൻപെടുത്ത വീഡിയോ ആണ്. താഴേക്ക് നോക്കുമ്പോൾ ചുരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടാകാറുണ്ട്. വയനാട്ടിലിപ്പോൾ വലിയൊരു ഉരുൾപൊട്ടൽ നടന്ന് ഒരുപാട് ആളുകൾ മരിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് നോക്കുകയാണ്. കുറച്ച് കാലം മുമ്പെടുത്ത വീഡിയോ ആണ്. അതിനകത്ത് ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെയാണിത്. ഇവിടെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ചുരത്തിൻ്റെ ഭാഗങ്ങളാണ്. താഴേക്കുള്ള കാഴ്ചകൾ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അനുഭവിക്കുന്നവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഈ മലകളുടെ അപ്പുറത്ത് തുഷാരഗിരി മലനിരകളാണ്. താഴെ ഏതോ ഒരു ടൗൺഷിപ്പൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ചുരത്തിൻ്റെ താഴേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. മനുഷ്യൻ്റെ രണ്ട് പൂർവികന്മാർ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ചുരത്തിലൂടെയുള്ള ഒരു നീർച്ചാലാണ്. കണ്ടോ, ഇവിടേക്ക് ഇടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടാവാറുണ്ട്. എന്താണെന്നുള്ളത് അറിയില്ല, എങ്ങനെയാണ് ഇടിയുന്നതെന്നും അറിയില്ല. മലകളിലൊക്കെ നിർമ്മിതികളൊക്കെ ഉണ്ട് അതിനിടെ കൂടെയൊക്കെ. ചുരത്തിൻ്റെ മറ്റൊരു ഭാഗം. ചുരത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. കാഴ്ചകൾ നല്ല ഭംഗി ഒക്കെ ഉണ്ട് കാണാൻ. പക്ഷേ ഇപ്പം ഇവിടെ ഇങ്ങനെ അപകടം സംഭവിച്ചിരിക്കുന്നുണ്ട്. ഈ മലകളിലൊക്കെ അങ്ങോട്ടേക്ക് ഒന്നും പോകാനൊന്നും ആരെയും സമ്മതിക്കുന്നില്ല. മലകൾ അതിൻ്റെ അപ്പുറത്തേക്കാണ് തുഷാരഗിരി മലകൾ. നമ്മളിനി അങ്ങോട്ട് പോവുകയാണ്. തുഷാരഗിരി മലകളിൽ നിന്ന് കുറച്ച് കാഴ്ചകൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ഒക്കെ അതിൻ്റെ ഭാഗങ്ങളായിട്ട് ഉള്ളതാണ്. അവിടെ നിന്ന് ഇനി കുറച്ച് നല്ല കാഴ്ചകളുണ്ട്. താഴ്വാരങ്ങളൊക്കെ. ഇത് അവിടെ നിന്നുള്ള കാഴ്ചകൾ കുറച്ചുകൂടി അടുത്ത് കാണാമല്ലോ നമുക്ക്. ആ ടൗൺഷിപ്പ് ഈങ്ങാപ്പുഴ അല്ല, കോടഞ്ചേരി പഞ്ചായത്തോ മറ്റേ ഭാഗമായിരിക്കും. അതിൻ്റെ അടുത്തുള്ള മലയുടെ ഭാഗങ്ങൾ. മല, ഈ മലയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉരുൾപൊട്ടാറുണ്ട്. അതാണ് പറഞ്ഞത്. താഴേക്ക് കാണുമ്പോൾ ആ പള്ളീൻ്റെ ഭാഗങ്ങളൊക്കെ കാണും. ഇങ്ങോട്ട് കയറി വന്നേ. എങ്ങനെയാലും ഇതൊരു നമുക്ക് മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതാ പള്ളീൻ്റെ ഭാഗം. അപ്പം അവരെ എല്ലാവരും സഹായിക്കണം, പറ്റുന്നവരൊക്കെ. സുഹൃത്തുക്കളെ, കഴിയുന്ന മാതിരി എല്ലാവരും നമുക്കും പറ്റുന്നവരെ പറയാം. ഇത് അവിടെ ഒരു വെള്ളച്ചാട്ടം ചെറുത്. ഇനി പോകുന്നത് തുഷാരഗിരി വാട്ടർഫാൾസ് ഉള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ പ്രവേശനമില്ല. നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. പാലത്തിലെത്തി. പാലത്തിൽ നിന്ന് പുഴയാണ്. അവിടേക്ക് പ്രവേശനമില്ല. കാരണം അവിടെ നിന്ന് ചെല്ലുമ്പം കുറച്ച് ദിവസം മുമ്പാണെന്ന് പറഞ്ഞല്ലോ, അവിടെ ഒരു ചെറുതായിട്ട് മണ്ണിടിച്ചിട്ട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് അവിടേക്ക് ആരെയും കയറ്റുന്നില്ലായിരുന്നു. മലകളിലൊക്കെ എവിടെയുണ്ട് ഉരുൾപൊട്ടി. അപ്പോൾ അവരെ സഹായിക്കണം എന്നാണ് പറയാനുള്ളത്. പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മളങ്ങനെ വെറുതെ ഒന്നും പറയുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. പറയുന്ന ആളെക്കാളും കൂടുതലായിട്ട് നിങ്ങളൊക്കെ സഹായിക്കുന്നറിയാം. നമ്മളിനി താഴെ അടിവാരത്തേക്കാണ് പോകുന്നത്. TV തുറക്കാൻ പാടില്ല. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല, ബുദ്ധിമുട്ടുണ്ടാക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട്. കണ്ടു കഴിഞ്ഞാൽ അവരുടെ ദുരിതം അങ്ങനെ കാണുക. നമ്മൾ കണ്ടിരിക്കാൻ കഴിയില്ല. നിങ്ങളും കാണുന്നുണ്ടാവുമല്ലോ. കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട്, നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് എല്ലാവരും അവരെ സഹായിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.
താഴെ നമ്മൾ അടിവാരത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം സുഹൃത്തുക്കളെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടിവാരത്ത് ഇതാ പുഴയാണ് അവിടുന്ന് വരുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ചെത്തി, മല കയറി, അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.